الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം തഖ്വ ബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലെ 195 രാഷ്ട്രങ്ങളിൽ പരന്നു കിടക്കുന്ന 160 കോടി മുസ്ലിങ്ങളുടെ പ്രതിനിധികളെന്നോണം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടുന്ന സമയമാണിപ്പോൾ. തീർത്ഥാടനം പുണ്യമായി കാണാത്ത മതങ്ങളില്ല. ഇസ്ലാമും തീർത്ഥാടനത്തെ പുണ്യമായി കാണുന്നുണ്ട്. എന്നാൽ ഈ തീർത്ഥാടനത്തിലും ഇസ്ലാം ഒരു മാതൃക കാണിക്കുന്നുണ്ട്. പല മതങ്ങളിൽ നിന്നുമുള്ള തീർത്ഥയാത്രകൾ ശവകുടീരങ്ങളിലേക്കോ അതുപോലെയുള്ള ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടിയോ ഒക്കെയായിത്തീരും. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള തീർത്ഥയാത്രയെക്കുറിച്ച് പ്രവാചകൻ ഒരു തിരുവചനത്തിലൂടെ പറയുന്നത്, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥയാത്രകൾ, പുണ്യമുദ്ദേശിച്ചുകൊണ്ടുള്ള യാത്രകൾ നടത്താൻ പാടില്ല. ഒന്ന് അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ് ഒന്ന്. രണ്ടാമത്തത് വൽ മസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയാണ്. മൂന്നാമത്തത് അൽ മസ്ജിദുൽ അഖ്സ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മസ്ജിദുൽ അഖ്സയിലേക്കാണ്.
അപ്പോ വിശ്വാസികളായ ഒരാൾ തീർത്ഥയാത്ര പോവുകയാണെങ്കിൽ, പുണ്യമുദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് അവർ പോകുന്നത് എങ്കിൽ, ഈ 3 പള്ളികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമേ യാത്ര പോകുവാൻ പാടുള്ളൂ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വാസികളായ ആളുകൾ ഈ പള്ളികളിൽ പ്രത്യേകമായും 2 കാണുകയും സായുജ്യമടയുകയും ചെയ്യുന്ന വിധത്തിലാണ് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പുറപ്പെടാറുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാസംഗമം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹജ്ജാണ് എന്നത് ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന, അതിൽ അണിചേരുന്ന ആളുകളെക്കുറിച്ച് നാം ആലോചിക്കുകയാണ് എങ്കിൽ, രാജാവും പ്രജയും പണക്കാരനും പണിക്കാരനും അതുപോലെ തന്നെ വെളുത്തവനും കറുത്തവനും സ്വദേശിയും വിദേശിയും ഇങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകളെല്ലാം ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിലെ മറ്റ് ആരാധനകളെക്കുറിച്ച് നാം ആലോചിക്കുകയാണെങ്കിലും അതിന്റെ സാമൂഹികമായ സംവിധാനമെന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ശക്തിപ്പെടുത്തുന്നതും മാനസികമായി അവരെ അടുപ്പിക്കുന്നതും സാമുദായികമായി കെട്ടുറപ്പുണ്ടാക്കുന്നതുമായ രൂപത്തിലാണ് അതിന്റെ ഘടന നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള വിശ്വാസികളായിരുന്നാലും ഒരു ദിവസം 5 തവണ അവർ തൊട്ടടുത്തുള്ള പള്ളികളിൽ ഒരുമിച്ച് ചേരുകയും മാനസികമായി പൊരുത്തപ്പെടുകയും അവർ ആശയവിനിമയം നടത്തുകയുമെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും തങ്ങളുടെ മഹല്ലിൽപ്പെട്ട പള്ളികളിൽ അവർ ഒരുമിച്ച് കൂടുകയും അവിടെ നിന്ന് ഉപദേശങ്ങൾ കേൾക്കുകയും ആ ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി താൽപര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റമളാൻ മാസം കടന്നു വരുമ്പോ ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള സകലമാന മനുഷ്യരും അതിനെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുകയും മാനസികമായ പൊരുത്തത്തോടുകൂടി അവർ ഒരുമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാം ചർച്ച ചെയ്യുന്ന ഹജ്ജ് എന്ന് പറയുന്ന ഈ കാര്യവും വർഷത്തിലൊരിക്കൽ ദേശ ഭാഷ വർണ്ണ വർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആ മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ടും അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതുമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അവർ അവിടെയും ഒരുമിച്ച് ചേരുന്നുണ്ട്. അപ്പോ ഹജ്ജ് കർമ്മമടക്കമുള്ള ഏതൊരു ആരാധനാ കർമ്മമെടുത്തുകൊണ്ട് നമ്മൾ പരിശോധിച്ചാലും അത് നമ്മെ പരസ്പരം അടുപ്പിക്കുന്നതാണ്, നമ്മുടെ മനസ്സുകളെ പരസ്പരം ഊട്ടിയുറപ്പിക്കുന്നതാണ്, നമ്മുടെ ആശയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്, നമ്മുടെ സ്നേഹത്തെയും സാഹോദര്യത്തെയുമെല്ലാം കെട്ടുറപ്പോടുകൂടി നിലനിർത്തുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മഹാസംഗമമായി ഈ ഹജ്ജിനെ നമുക്ക് അതിന്റെ സാമൂഹിക മാനത്തോടുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മം അതിനെക്കുറിച്ച് അതിന്റെ ആന്തരികമായ എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്ന് പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ച് നാം ആലോചിക്കുകയാണ് എങ്കിൽ മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോടൊരാൾ ചോദിച്ചു, ഈ ആരാധനാ കർമ്മങ്ങളിൽ നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ആരാധന ഏതാണ്?
നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, അതുപോലെ ഒരുപാട് ആരാധനാ കർമ്മങ്ങളുണ്ട്. അതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കർമ്മമേതാണ് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് അല്പം സാവകാശമെടുത്തു. എങ്കിലും അദ്ദേഹം പറഞ്ഞ മറുപടി, എല്ലാ ആരാധനാ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തെ അഥവാ വിശ്വാസികളെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്, നേർവഴിയിലൂടെ വഴി നടക്കുന്നതാണ്, ധാർമ്മിക മൂല്യങ്ങളോടുകൂടി ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നതാണ്. എന്നാൽ ഞാൻ ഹജ്ജ് നിർവഹിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ സ്വാധീനിക്കുന്ന ആരാധനാ കർമ്മം ഹജ്ജു കർമ്മമാണ് എന്ന്. നമസ്കാരം എന്നത് ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയും. അതുപോലെ നോമ്പ് എന്ന് പറയുന്നത് അല്പമണിക്കൂറുകളെ കൊണ്ട് കഴിയും. ഇങ്ങനെ ഓരോ ആരാധനാ കർമ്മങ്ങളും അങ്ങനെയാണ്. എന്നാൽ ഹജ്ജ് കുറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഹജ്ജ് എങ്കിലും 8, 9, 10 അതുപോലെ കല്ലേറിന്റെ ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ഹജ്ജിന്റെ കർമ്മമെങ്കിലും ഹജ്ജിനു വേണ്ടി ഒരാൾ അതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു ചിന്ത മനസ്സിൽ കടന്നു വരുന്ന നിമിഷം തൊട്ടുകൊണ്ട് മാറുകയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ മാറുകയാണ്. ആരോടെങ്കിലും വല്ല രൂപത്തിലുമുള്ള പിണക്കങ്ങളും അകൽച്ചകളും ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഇങ്ങോട്ട് വരാൻ കാത്തു നിൽക്കാതെ അങ്ങോട്ട് ചെന്നുകൊണ്ട് യാചിക്കുകയാണ്. വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം, എനിക്ക് മാപ്പാക്കി തരണം. അങ്ങനെ മാനസികമായി ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒരു മനുഷ്യൻ നല്ലവനാണോ എന്നറിയണമെങ്കിൽ വിവിധ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമ്പത്തിക രംഗത്ത് ശുദ്ധി പാലിക്കുന്ന ഒരുത്തൻ, കൃത്യത പാലിക്കുന്ന ഒരാളെ കണ്ടാൽ അവൻ നല്ലവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ രംഗവും ഹജ്ജിനു വേണ്ടി ഉദ്ദേശിക്കുന്ന മനുഷ്യൻ വളരെ പൂർണ്ണമായും ക്ലിയർ ചെയ്യുകയാണ്. ആർക്കെങ്കിലും വല്ലതും നൽകാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായി അവൻ പൂർത്തീകരിക്കുന്നു. ഇത് ഹജ്ജിന് പോകുന്നതിന് മുമ്പാണ്. അതിനുശേഷം അവൻ ആ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയം തൊട്ട് അവൻ ഇഹ്റാമിന്റെ വേഷത്തിലേക്ക് മാറുന്ന എല്ലാവരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജാവിനൊരു വേഷം, പ്രജക്കും അതേ വേഷം തന്നെ, പണക്കാരനൊരു വേഷം, പണിക്കാരനും അതേ വേഷം തന്നെ. എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ, പടച്ചവന്റെ മുമ്പിൽ സമന്മാരാണ് എന്ന രൂപത്തിലുള്ള ആ വസ്ത്രം ധരിക്കുന്നതോടുകൂടി അവൻ അല്ലാഹുവിൽ ലയിച്ചു ചേരുകയാണ്. ലബൈക അല്ലാഹുമ്മ എന്ന് പറയുന്ന ആ മന്ത്രം ഉരുവിടുന്നതോടുകൂടി പടച്ചവനിൽ അവൻ ലയിച്ചു ചേരുകയാണ്. തിന്മയെക്കുറിച്ചുള്ള ആലോചന പോലും അവന്റെ മനസ്സിലില്ല. ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൂടെയും മാറ്റിപ്പണിയുകയാണു നമ്മെ. ഹജ്ജ് നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ ഹജ്ജ് മാറ്റിപ്പണിയുകയാണ്. ആ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ രൂപത്തിലുള്ള അവന്റെ കർമ്മങ്ങളിലൂടെ അവനൊരു പുതിയ വിശ്വാസിയായി പൂർണ്ണമായി തിളങ്ങുന്ന രൂപത്തിൽ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥയുണ്ടാവുകയാണ്. ഇങ്ങനെ വിശ്വാസികളെ പരിപൂർണമായും വിശ്വാസത്തിലൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കർമ്മമായി ഹജ്ജിനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾക്കിടയിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നത് മാതൃകായോഗ്യമല്ലാത്ത ജീവിതം എന്നതാണ്. മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്, എണ്ണത്തിലും വണ്ണത്തിലും ഒരുപാടുണ്ട്. ഒരുപാട് രാഷ്ട്രങ്ങൾ അവർ ഭരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സമ്പത്ത് അവരുടെ കൈകളിലുണ്ട്. പക്ഷേ വ്യക്തികൾ അവർ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഒരു വലിയ പ്രശ്നം. വ്യക്തികളിലൂടെ ആ രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ, മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരാൾക്ക് അതിന്റെ മുമ്പേ തന്നെ അവൻ ഈ മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ തുടങ്ങുകയാണ്. മനസ്സ വാച കർമ്മണ, തന്റെ ജീവിതത്തിൽ പടച്ചവൻ ഇഷ്ടപ്പെട്ടതല്ലാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയുമാണ്. ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അത് വിശ്വസിക്കുക മാത്രമല്ല, അറിയുക മാത്രമല്ല, അവന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഹജ്ജ് കർമ്മം കഴിഞ്ഞ്
തിരിച്ചു വന്നാലും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ വദ്കുറൂ കദിക്രി ആബായിക്കും, നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ നിങ്ങൾ ഓർക്കുന്നതിനേക്കാൾ അധികമായി അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞ ആ രൂപത്തിലേക്ക് അവർ മാറുകയാണ്. അപ്പോ അങ്ങനെയുള്ള ഈ മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ ഹജ്ജ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള വലിയ ഒരു പ്രശ്നമാണ് അനൈക്യം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, അള്ളാഹുവിന്റെ പാർശ്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ലോകത്തിന്റെ ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എവിടെയും ഭിന്നിപ്പും അനൈക്യങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിലെത്തിയപ്പോ ഭരണകാര്യങ്ങളിൽ അതൃപ്തിയുണ്ടായിരുന്ന ചില ആളുകൾ അലവിയ്യത്ത് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. അതൊന്ന് ശക്തിപ്പെട്ടപ്പോ അവരെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഉസ്മാനിയത്ത് എന്ന് പറയുന്ന വേറൊരു സംഘടന രൂപീകരിച്ചു. ഈ അലവിയ്യത്ത് എന്ന് പറയുന്ന സംഘടന പിന്നീട് കുറെ കഴിഞ്ഞപ്പോ ഖവാരിജികളായി മാറി. ഇങ്ങനെ അവിടെ നിന്നങ്ങോട്ട് കുറെ കാലം 4-ാം നൂറ്റാണ്ടിന്റെ ഹിജറ 4-ാം നൂറ്റാണ്ടിന്റെ ആ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ മദ്ഹബി പക്ഷപാതിത്വം നിലവിൽ വന്നു. ഒരു മദ്ഹബിന്റെ ആളുകൾ മറ്റേ മദ്ഹബിന്റെ ആളുകളെ തള്ളിപ്പറയുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ സംഘടനാവൽക്കരിക്കപ്പെടുകയും അപര സംഘടനകളെ ചീത്ത പറയുകയും കുറ്റം പറയുകയും ചെയ്യുക എന്നൊരവസ്ഥയിലേക്ക് വന്നു. ആശയവ്യത്യാസങ്ങൾ ഉണ്ടാകാം, ആദർശങ്ങളിൽ മാറ്റമുണ്ടാകാം, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ രൂപത്തിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് മുസ്ലിം എന്ന് പഠിപ്പിച്ചു. ഒരു തിരുവചനം പ്രവാചകൻ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു തിരുവചനം, മൻ സ്വല്ലാ സ്വലാത്തനാ, നമ്മൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്ന, വസ്തഖ്ബല ഖിബ്ലതന, നമ്മുടെ ഖിബ്ലയായി അംഗീകരിക്കുന്ന, വഅകല ദബീഹതന, നമ്മൾ അറുത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, ഫദാലിക്കൽ മുസ്ലിം, അവൻ മുസ്ലിമാണെന്ന പരിഗണന അവന് നൽകണം. ആ രൂപത്തിലുള്ള അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകണം. നമസ്കാരം നിലനിർത്തുന്ന, മസ്ജിദുൽ ഹറ കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന, പരസ്പരം മറുത്തത് ഭക്ഷിക്കുന്ന ആ രൂപത്തിലുള്ള ആളുകൾ മുസ്ലിങ്ങളാണെന്ന ബോധമുണ്ടാകണം. ഈ മുസ്ലിങ്ങൾ ആരും ഞങ്ങൾ നരകത്തിലേക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് വാശി പിടിക്കുന്നവരല്ല. അവർ ഏത് സംഘടനയിലായിരുന്നാലും അതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നവരാണ്. എന്നാൽ ആദർശപരമായിട്ടുള്ള പ്രബോധനവും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ദഅവത്തും നിർവഹിക്കാവുന്നതാണ്. അത് മറ്റുള്ളവരെ ചീത്ത പറയുന്ന വിധത്തിലോ അവരെ അകറ്റുന്ന വിധത്തിലോ അവരെ വെറുപ്പിക്കുന്ന രൂപത്തിലോ ആകേണ്ടതില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഒരു വിഭാഗം ആളുകൾക്ക് മറുവിഭാഗത്തെ കണ്ടുകൂടാ. അത് വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം പ്രകടമാക്കി അവരെ അകറ്റുന്ന ഒരു രീതി. എന്നാൽ ഹജ്ജ് എന്ന് പറയുന്നത് ഈ അനൈക്യത്തെ ഇല്ലാതെയാക്കി ഒരുമയുടെ ശബ്ദവും ഒരുമയുടെ പ്രവർത്തനവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ 195 രാഷ്ട്രങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേരുന്ന മനുഷ്യർ വിവിധ നിറക്കാരാണ്, വിവിധ ഭാഷക്കാരാണ്, വിവിധ വേഷക്കാരാണ്, വിവിധ രൂപത്തിൽ സംസ്കാരമുള്ളവരാണ്. എല്ലാവരും ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത് പോലെയായിക്കൊള്ളണമെന്നല്ല ചെയ്യുന്നത്. ചില ആളുകളുടെ സുജൂദും ഇടയിലിരുത്തവും ഹജ്ജിന് പോയ വിദേശ രാജ്യങ്ങളിൽ പോയ ആളുകൾക്കറിയാം, നമ്മൾ ചെയ്യുന്നത് പോലെ ഇടത്തേക്കാല് പതിച്ചു വെച്ച് വലത്തേക്കാല് നാട്ടിവെച്ച് അങ്ങനൊന്നും അല്ല ഇരിക്കുക. അത്തയ്യാത്തിൽ ചിലപ്പോ 2 കാലും പിളർത്തി വെച്ച് നടുവിലൂടെ അങ്ങോട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ആളുകളെ കാണാം. അതുപോലെ റുക്കൂവും സുജൂദുമെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറം മറ്റു പല രൂപങ്ങളിൽ ചെയ്യുന്നവരെ കാണാം. ഇവരെല്ലാവരും അവിടെയൊന്നാണ്. അവർ ആ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നത്. അതുപോലെ തന്നെ സഫയുടെയും മർവയുടെയും ഇടയിൽ തവാഫും സഅയുമെല്ലാം അവർ നിർവഹിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മിനയിലും മുസ്ദലിഫയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം ഒരേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയാണ്. അപ്പോ വ്യത്യസ്ത രൂപങ്ങളിൽ ചിന്തിക്കുന്നവരോ അല്പാൽപമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉള്ളവരോ ആയ ആളുകളെ പരസ്പരം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന കാഴ്ചപ്പാടിലേക്ക് വിശ്വാസികളെ എത്തിച്ചു കൊണ്ടുവരുന്ന ഒരു കർമ്മവും കൂടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്.
ഇപ്പോ ഈ വേലിക്കെട്ടുകളെ, സംഘടനാവൽക്കരിക്കപ്പെടുന്ന രൂപത്തിലുള്ള വേലിക്കെട്ടുകളെ ഇല്ലാതെയാക്കി. ആദർശം അനിവാര്യമാണ്, ആദർശമാണ് ഒരു വ്യക്തിയുടെ എല്ലാം. എന്നാൽ ഈ വേലിക്കെട്ടുകളെയും അതിർവരമ്പുകളെയും ഇല്ലാതെയാക്കി പരസ്പര സ്നേഹത്തോടെയും ആദരവോടെയുമുള്ള ദഅവത്ത് പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ പോകണം എന്ന ഒരു പാഠം കൂടി ഹജ്ജ് എന്നതിന്റെ സാമൂഹിക മാനമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സാന്നിധ്യം അവന്റെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അധികം ആളുകളും, ചില ആളുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ഒരു ടൂർ പാക്കേജിനെ പോലെ പോകുന്ന ആളുകളുണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ സ്വാഭാവികമായും ഹജ്ജ് ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ അവരവിടെ എത്തിയതിനു ശേഷം കുടുംബങ്ങളുമായി അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ബന്ധം പുലർത്തുക എന്നതല്ലാതെ ബാക്കി സമയങ്ങളിലെല്ലാം അവർ അവിടെ തന്നെ ആരാധനകളും ദിക്റുകളും പ്രാർത്ഥനകളുമൊക്കെയായി ചെലവഴിക്കുകയാണ്. കാരണം എന്താ? അള്ളാഹുവിൽ സമർപ്പിക്കുകയാണ് അവനെ. നമ്മൾ ഈ നമസ്കരിക്കുന്ന സമയത്ത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ഉഅ്ബുദില്ലാ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ നീ ആരാധിക്കണം. നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ആ ഒരു ബോധത്തോടുകൂടി ഹജ്ജിൽ ഏർപ്പെട്ടിട്ടുള്ള, അതിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള, അതിന്റെ പുന്നും പിന്നുമുള്ള ദിവസങ്ങളിലെല്ലാം ആരാധനകൾ നിർവഹിക്കുന്ന ഈ ഹാജിമാരായ ആളുകളുടെ മനസ്സുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഊട്ടിയുറപ്പിക്കുന്ന അവസ്ഥയും നമുക്ക് അതിന്റെ സാമൂഹികമായിട്ടുള്ള മേഖലകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രബോധം ഉണ്ടായി തീരുന്ന അവസ്ഥയും ഹജ്ജിലൂടെയുണ്ടാകും. നമ്മൾ കേട്ടിട്ടുള്ള പലതും. ഇപ്പോ ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കഅബാലയത്തിന് 5 നേരം അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന വിശ്വാസി, ആ വിശ്വാസി അവന്റെ തേട്ടപ്രകാരം ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുകയും ആ കഅബാലയം കാണാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുമ്പോ അവന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിന്റെ അശ്രുകണങ്ങൾ ഒഴുകാതിരിക്കുകയില്ല. കാരണം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള ആ കഅബാലയം ഒരു നോക്ക് കാണുവാനുള്ള മഹാഭാഗ്യം സർവശക്തനായ നാഥ നീ എനിക്ക് തന്നല്ലോ എന്ന് പറയുന്ന ആ സന്തോഷം കണ്ണുനീരിനാൽ ആ സന്തോഷം അവൻ പ്രകടിപ്പിക്കും. ഇങ്ങനെ അവന്റെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും അവിടെ നടന്നിട്ടുള്ള ചരിത്രങ്ങളിൽ പലതും ആ പ്രവാചകന്റെ പാദമുദ്രകളേറ്റിട്ടുള്ള ആ മക്കയുടെയും മദീനയുടെയും മണലാരണ്യത്തിലൂടെ അവൻ സഞ്ചരിക്കുന്ന സമയത്ത് ആ കഅബാലയത്തിന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അവൻ ഓർക്കുന്ന സമയത്ത് പ്രവാചകന്റെ കഴുത്തിലേക്ക് വന്നിട്ടുള്ള ചീഞ്ഞണിഞ്ഞ കുഴൽമാല അവന്റെ ഓർമ്മയിലേക്ക് കടന്നുവരുന്ന അവസരങ്ങളുണ്ടാകും. അതുപോലെ പ്രവാചകന്റെ തലയിലേക്ക് ആ പാറക്കല്ലെടുത്തുകൊണ്ട് പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ച ആ രംഗം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തും. സ്വഹാബ കിറാമുകൾ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആ കഅബാലയവും അതിന്റെ പരിസര പ്രദേശങ്ങളും കാണുമ്പോ ഞങ്ങളുടെ പൂർവീകരായിട്ടുള്ള ഈ ആളുകൾ ദീനിനു വേണ്ടി സഹിച്ചിട്ടുള്ള ആ തീവ്രമായ പരിശ്രമത്തിന്റെ ആ ചരിത്രങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തും. മദീനയിലേക്ക് ചെല്ലുന്ന സമയത്ത് മദീനയും ഹജ്ജും തമ്മിൽ ഒരു ബന്ധവുമില്ല എങ്കിലും ഒരാൾ ഹജ്ജിന് പോയി മദീനയിൽ പോകാതെ തിരിച്ചു പോന്നു എങ്കിൽ അയാളുടെ ഹജ്ജിന് ഒരു കുഴപ്പവും പറ്റുന്നില്ല. മദീന എന്നത് ഹജ്ജിന്റെ ചിത്രത്തിലില്ല. എന്നാൽ മക്കയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ആൾക്ക് മദീനയിൽ പോകാനും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തീർത്ഥയാത്രയിൽ പുണ്യമുള്ള ഒരു പള്ളിയാണ് എന്ന നിലക്ക് മദീനയിൽ പോകാനുമുള്ള അവസരം അവിടെ ഒരുക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. അവിടെ ചെല്ലുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്യധികം സ്നേഹിച്ചിട്ടുള്ള അൻസാറുകളുടെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അവിടെയുള്ള അറബികളെയോ അതുപോലെയുള്ള ആളുകളെയോ പരിചയപ്പെടുമ്പോഴും അവർക്ക് അന്നുണ്ടായിരുന്ന ആ ഗുണം
ഇന്നും അവരിൽ അവശേഷിക്കുന്നുണ്ട്, ശേഷിപ്പുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത്രയും വിനയാന്വിതരായി പെരുമാറുന്ന അവിടെയുള്ള മദീനയിലുള്ള അറബികളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഹജ്ജിന്റെ ചരിത്രങ്ങളെക്കുറിച്ചും അതിന്റെ പാഠങ്ങളെക്കുറിച്ചും ആ രൂപത്തിലുള്ള സാമൂഹ്യമായ മാനങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ള ആളുകൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അല്ലാത്ത ആളുകൾക്ക് ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകണം. എന്റെ ദീനിന്റെ 5 തൂണുകളിൽ ഒന്നാണ് ഹജ്ജ് എന്നും എന്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ടല്ല ഹജ്ജിന് പോകാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് എന്നും എന്നാൽ കഴിയുന്ന വിധത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന രൂപത്തിൽ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യം എന്ന നിലക്ക് ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ചുള്ള ചരിത്രങ്ങളും കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കി ഇസ്ലാമികമായ ചരിത്രബോധത്തോടുകൂടി ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഹജ്ജിന്റെ സാമൂഹിക മാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹജ്ജ് സമയത്ത് എത്രയെത്ര ഹാജിമാരാണ് ഈ കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി സമ്മേളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പറയണ്ട, എത്രയെത്ര ഹാജിമാരാണ് സമ്മേളിച്ചിരിക്കുന്നത് എന്ന് പറയണ്ട, എത്രയെത്ര യാത്രാ സംഘങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തിക്കൊണ്ടല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിനുള്ള ഏകത്വത്തിലുള്ള വിശ്വാസത്തിന് ഭംഗം വരുന്ന രൂപത്തിൽ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അതിന്റെ സാധുത എത്രത്തോളമുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. വിശദീകരിക്കുന്നില്ല. അതുപോലെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുവാനും അവനോട് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാനും അവനോട് സങ്കടങ്ങൾ ഏറ്റുപറയുവാനും ഏതെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അവന്റെ മുമ്പിൽ സമർപ്പിക്കുവാനും വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ അതിനു മുമ്പേ നാട്ടിലുള്ള ഒരുപാട് മക്ബറകളും അതുപോലെ തന്നെയുള്ള കേന്ദ്രങ്ങളുമൊക്കെ സന്ദർശിച്ചുകൊണ്ട് പോവുക എന്നത് എത്രമാത്രം വിരോധാഭാസമാണ് എന്നത് നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കഅബയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു മഹാഭാഗ്യമാണ് എന്ന്. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ റൂമുകളിലും ബാക്കി കാര്യങ്ങളിലും ഒക്കെ വ്യാപൃതരായിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയും ഹറമുകളിലേക്ക് നമസ്കരിക്കാൻ വരെ പോകാതിരിക്കുകയും അതുപോലെ സ്ത്രീകളെ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഈ പള്ളിയിൽ അഥവാ മസ്ജിദുൻ നബവിയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഒരു വക്തിന് 1000 വക്തിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് മക്കത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് നമ്മൾ നമസ്കരിച്ചാൽ ഒരു വക്തിന് 1,00,000 നമസ്കാരത്തിന്റെ കൂലിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഒരു വക്തിന് 1,00,000 നമസ്കാരത്തിന്റെ കൂലി കിട്ടുന്ന മസ്ജിദുൻ നബവിയിലാണെങ്കിൽ 1000 വക്തിന്റെ കൂലി കിട്ടുന്ന അത് നേടിയെടുക്കാൻ കഴിയാതെ നമ്മുടെ സഹോദരന്മാരും ചില സഹോദരികളുമെല്ലാം തങ്ങളുടെ റൂമുകളിൽ വെച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന രൂപവും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ അവിടെ ചെല്ലുന്നത് ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ ഞങ്ങൾ കടന്നു ചെല്ലുന്നത് തന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ആളുകളെ സന്ദർശിക്കുവാനും മഖാമിന്റെ സന്ദർശനത്തിനുമെല്ലാം വേണ്ടിയിട്ടാണ് എന്ന രൂപത്തിൽ പോകുന്ന ആളുകളുണ്ട്. കല്ലും മണ്ണും ശേഖരിക്കുകയും
ഈ പല സ്ഥലങ്ങളും സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള കല്ലും മണ്ണുമെല്ലാം ശേഖരിക്കുകയും അതിനൊക്കെ എന്തോ പുണ്യമുണ്ട് എന്ന രൂപത്തിൽ അതായിരിക്കും ഹജ്ജ് എന്ന് വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ രൂപത്തിലുള്ള ഹജ്ജിന്റെ യഥാർത്ഥമായ അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയാതെ അതിന്റെ മൂലകളിലൂടെ കടന്നു പോകുന്ന ആളുകളെ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ നിരതരായി കഴിഞ്ഞുകൂടേണ്ട മിനയിലെ ടെന്റുകളിലും അതുപോലെ തന്നെ അറഫയിലെ ടെന്റുകളിലുമെല്ലാം മാലകളും മൗലിദുകളും അതുപോലെയുള്ള ഒരുപാട് ബെയ്ത്തുകളുമായി കഴിഞ്ഞുകൂടുന്നവരെയും നമുക്ക് കാണാം. സങ്കടമെന്നല്ലാതെ എന്തു പറയാനാണ്? അങ്ങനെയുള്ള ആളുകൾ ആലോചിക്കുക, ചിന്തിക്കുക, ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഏകദൈവ വിശ്വാസവും അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഹജ്ജ് കർമ്മവും, തൗഹീദിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഹജ്ജ് കർമ്മവും അതിനെക്കുറിച്ചൊക്കെ നാം ആലോചിക്കുകയും കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുക. വിശ്വാസ കർമ്മരംഗങ്ങളിൽ വല്ല പോരായ്മകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആലോചനകളിലൂടെ പഠനങ്ങളിലൂടെ തിരുത്താനും ശരിയായ വഴി സ്വീകരിക്കുവാനും നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ചേരാത്ത ആളുകൾക്ക് ചേരുവാനും അതുപോലെ ചേർന്നിട്ടുള്ള ആളുകൾ പണമടക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ആടിന് 13,000 രൂപ അടക്കുവാനും ഇന്നാണ് സമയമുള്ളത് എന്ന് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാകുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാശ് നൽകേണ്ടതാണ്. അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഉള്ള ആളുകൾ അതിന്റെ ഓഹരി എന്ന നിലക്ക് 4,000 രൂപയാണ്. അപ്പോ ആ കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ബലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോ അതിൽ ആളുകൾ മുഴുവനും പങ്കാളികളാവുകയും ഈ വലിയ പുണ്യം നേടാൻ നാം ശ്രമിക്കുകയും ചെയ്യുക. സർവാധിനാഥനായ തമ്പുരാനെ, ഈ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജു കർമ്മം നിർവഹിച്ചിട്ടുള്ള ആളുകൾക്ക് ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ജീവിക്കുവാനുള്ള തൗഫീഖ് നീ നൽകണമേ റഹ്മാനെ. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാത്ത ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും നീ നിർദ്ദേശിച്ചിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഹജ്ജിന്റെ സാമൂഹിക മാനങ്ങളിൽ ഞങ്ങൾ ഒന്നാണ്, മുസ്ലിങ്ങൾ ഒന്നാണ്. ഖിബിലയെ അംഗീകരിക്കുന്ന, നമസ്കാരം നിർവഹിക്കുന്ന ഈ ആളുകൾ ഒന്നാണ്. വ്യത്യസ്ത ചേരികളിലോ സംഘടനകളിലോ ഉണ്ടെങ്കിലും ഒന്നാണ്, ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ് എന്ന മാനസിക പൊരുത്തത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മറ്റ് മാനസികമായ പ്രയാസങ്ങളുള്ള ആളുകൾക്ക് അതെല്ലാം നീ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.